Hello everyone. Now we'll see the last part of your syllabus, that is financial markets. Financial markets എന്ന് പറഞ്ഞാൽ we know market എന്ന് പറഞ്ഞാൽ എന്താണ്? Buying and selling of something is taken, goods are taken in market. അതുപോലെ financial market means here buying and selling of financial assets takes place. അങ്ങനത്തെ സ്ഥലത്തിനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യും? പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും, കടം വാങ്ങാനുള്ള ആൾക്കാർ കടം വാങ്ങും. അങ്ങനെ നടക്കുന്ന പ്ലേസിനെയാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേമിലേക്കുള്ള മാർക്കറ്റിനെയാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മണി മാർക്കറ്റ് റിലേറ്റഡ് ടു ബാങ്ക് ഒക്കെ ആരാണ് ഹെഡ് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ലീഡർ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ലോങ് ടേമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ത്യയിൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സോ മണി മാർക്കറ്റ് ഇസ് എ സെഗ്മെന്റ് വെയർ ഷോർട്ട് ടേം ട്രേഡിംഗ്സ് ആർ ഡൺ. എക്സാമ്പിൾ, അത് ട്രഷറി ബില്ലിലൂടെ ആവാം, കമേഴ്ഷ്യൽ പേപ്പറിലൂടെ ആവാം. ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മണി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ട്രഷറി ബില്ലിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. കൊമേഴ്ഷ്യൽ പേപ്പറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. നേരെ മറിച്ച് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേമിലേക്കുള്ളതാണ്. ഷെയറിൽ ഡിബഞ്ചേഴ്സ്, ബോൺഡ്സ്, നമ്മൾ നേരത്തെ പഠിച്ച മ്യൂച്വൽ ഫണ്ട്, അതൊക്കെ എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് വരുന്നത് ആണ്. സോ ഫോർ ദ ടൈം ബീങ് ഷോർട്ട് ടേം മണി, ലോങ് ടേം ക്യാപിറ്റൽ എന്ന് ഓർത്ത് വെക്കുക. And again, this capital market is classified under two heads: primary and secondary market. പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും എന്താന്ന് നമുക്ക് പഠിക്കാം. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം അല്ലെങ്കിൽ തുടക്കം. സോ പ്രൈമറി മാർക്കറ്റ് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ഇറ്റ്സ് എ മാർക്കറ്റ് വെയർ ന്യൂ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ്. പുതിയ സെക്യൂരിറ്റീസ്, ഒരു സാധനം ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രൈമറി. വീണ്ടും വീണ്ടും ഇഷ്യൂ ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, ആദ്യമായിട്ട് ഒരു ഷെയർ ഇഷ്യൂ ചെയ്താൽ അത് പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ആവും. പിന്നെ വീണ്ടും വീണ്ടും അത് ബൈ ആൻഡ് സെല്ലിംഗ് എവിടെയാണ് നടക്കുന്നത്? സെക്കൻഡറി മാർക്കറ്റ് അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് നടക്കുന്നത്. ദിസ് ഇസ് എ സ്മോൾ ഇൻട്രൊഡക്ഷൻ റിഗാർഡിംഗ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്. നിങ്ങളുടെ സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചും പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പക്ഷെ അതിന്റെ മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നേ ഉള്ളൂ. സോ ക്യാപിറ്റൽ മാർക്കറ്റ്, ആസ് ഐ ഹാവ് ഓൾറെഡി ടോൾഡ് ഏർലിയർ, ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ലോങ് ടേം സെക്യൂരിറ്റീസ് ആണ്. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോങ് ടേം നേച്ചർ ആണ്. പൈസ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. സെബിയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ബോറോവേഴ്സ്. സേവ് ചെയ്യുന്ന ആളും പൈസ വേണ്ട ആളും, പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളും ബോറോ ചെയ്യുന്ന ആളും തമ്മിൽ ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു. അവിടെ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരുപാട് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ഇന്റർമീഡിയറീസ്, ഡെപ്പോസിറ്ററീസ് തുടങ്ങിയ ആൾക്കാരിലൂടെയാണ് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ രണ്ട് പാർട്ടായിരുന്നു, പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ഫസ്റ്റ് വിൽ സി പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിന്റെ വേറെ പേരാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. അതായത് ആദ്യമായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്ത്? പ്രൈമറി മാർക്കറ്റ്. സെക്യൂരിറ്റീസ് ദാറ്റ് ആർ ഓഫേർഡ് ടു ദ ഇൻവെസ്റ്റേഴ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഡയറക്ട്ലി നമ്മൾ സെക്യൂരിറ്റീസ് ഓഫർ ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട്, പാൻ കാർഡ്, പിന്നെ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വേണം. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഉള്ള പോലെ ഷെയറിൽ ട്രേഡ് ചെയ്യുമ്പം നമുക്ക് എടുക്കേണ്ട അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൈമറി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. അതിന്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒറിജിനേഷൻ, അണ്ടർ റൈറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഒരു ഷെയർ പുതിയതായിട്ട് മാർക്കറ്റിൽ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പബ്ലിക്കിന് കൊടുക്കുക, ഇഷ്യൂ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക തുടങ്ങിയതാണ് പ്രൈമറി മാർക്കറ്റിന്റെ മെയിൻ ഫംഗ്ഷൻ. സോ ഫോർ ദ ടൈം ബീങ് മനസ്സിലാക്കുക, പ്രൈമറി മാർക്കറ്റ് ഇസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ദാറ്റ് ഹെൽപ്സ് ഇൻ ഇഷ്യൂയിങ് ന്യൂ സെക്യൂരിറ്റീസ് ഓർ സെക്യൂരിറ്റീസ് ഫോർ ദ ഫസ്റ്റ് ടൈം. മേജർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒരു സെക്യൂരിറ്റി ആദ്യമായി ഇഷ്യൂ ചെയ്യുന്ന സ്ഥലമാണ്. ഡയറക്ട്ലി കമ്പനി ഇൻവെസ്റ്ററും തമ്മിലുള്ള ഒരു ബന്ധമാണ് പ്രൈമറി മാർക്കറ്റിലുള്ളത്. ഇവിടെ നമ്മൾ ട്രേഡിങ്ങും കാര്യങ്ങളും ഇല്ല, ഇൻവെസ്റ്റിംഗ് ആണ്. സെക്കൻഡറി മാർക്കറ്റിലാണ് നമ്മൾ ട്രേഡിംഗ് ഒക്കെ വരുന്നത്. പിന്നെ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതും സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ.
ആൻഡ് കമ്പനിക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ, പൈസ റേസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും, നമ്മളെ പോലത്തെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. ആൻഡ് നമുക്ക് ഇൻഡിവിജ്വൽസിനായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഡയറക്റ്റ്ലി എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം? പ്രൈമറി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ഗെറ്റ് അനദർ ടോപ്പിക്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻ പ്രൈമറി മാർക്കറ്റ്. അതായത് പ്രൈമറി മാർക്കറ്റിൽ ഏതൊക്കെ തരത്തിൽ ഫണ്ട് റേസ് ചെയ്യാം, ആ മെത്തേഡ്സിനെയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ബേസിക്കലി 5 മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. 5 ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ്: പബ്ലിക് ഇഷ്യൂ, ഓഫർ ഫോർ സെയിൽ, പ്രൈവറ്റ് പ്ലേസ്മെന്റ്, റൈറ്റ് ഇഷ്യൂ ആൻഡ് EIPO. പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? സെക്യൂരിറ്റീസ് പബ്ലിക്കിന് ഡയറക്റ്റ്ലി ഓഫർ ചെയ്യും. നമ്മളെ പോലത്തെ പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യാം? കമ്പനിയുടെ ഈ സെക്യൂരിറ്റീസ് ഡയറക്റ്റ്ലി വാങ്ങാം. ഈ പബ്ലിക് ഇഷ്യൂവിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും: IPO ആൻഡ് FPO. IPO മീൻസ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ. IPO എന്ന് പറഞ്ഞാൽ കമ്പനി ആൾക്കാരിലേക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് IPO എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 2021 സൊമാറ്റോ അതിന്റെ IPO നടത്തിയത്. ഒന്നുമില്ല, ഒരു കമ്പനി ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന സമയത്ത്, കമ്പനിക്ക് പൈസ ആവശ്യമുള്ള സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ആ കമ്പനി എന്ത് ചെയ്യും? ഡയറക്റ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ആദ്യം തന്നെ ത്രൂ IPO എന്ത് ചെയ്യും? അവിടെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും. നമുക്ക് കമ്പനിയുടെ ഷെയർ IPOയിലൂടെ വേണമെങ്കിൽ വാങ്ങാം. സെക്കൻഡ് ഇസ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ. അതായത് ഓൾറെഡി ലിസ്റ്റ് ചെയ്ത കമ്പനി പുതിയതായിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ ആഫ്റ്റർ IPO. ഇത് പബ്ലിക് ഇഷ്യൂ ആണ് ഒരു മെത്തേഡ് പ്രൈമറി മാർക്കറ്റിൽ ഫണ്ട് റേസ് ചെയ്യാനുള്ളത്. കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് പബ്ലിക് ഇഷ്യൂ. അടുത്ത മെത്തേഡ് ഓഫർ ഫോർ സെയിൽ. ഇവിടെ നമ്മൾ ഡയറക്റ്റ്ലി പബ്ലിക്കിന് കൊടുക്കില്ല, പകരം എന്ത് ചെയ്യും? ആദ്യം ചില ഇന്റർമീഡിയറീസ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സോ ഏതെങ്കിലും ഇഷ്യൂ ഹൗസിനോ കൊടുക്കും. എന്നിട്ട് അവരാണ് എന്ത് ചെയ്യുന്നത്? പബ്ലിക്കിന് അത് വിൽക്കുന്നത്. കമ്പനി ഇവിടെ ഇന്റർമീഡിയറിക്ക് ആദ്യം കൊടുക്കും. ആ ഇന്റർമീഡിയറി ആർക്ക് കൊടുക്കും? പബ്ലിക്കിന് സെല് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഓഫർ ഫോർ സെയിൽ. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ കമ്പനി ഇവിടെ പബ്ലിക്കിനോ ഇന്റർമീഡിയറിക്കോ കൊടുക്കില്ല, അവരുടെ അടുത്ത് നിൽക്കുന്ന ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പിന്നെ ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസിനോ ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ഒക്കെ കൊടുക്കുന്നതാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. പ്രൈവറ്റ് ആയിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യുക. ഇനി EIPO എന്ന് പറഞ്ഞാൽ ഈ IPO പ്രോസസ്സ് ഇലക്ട്രോണിക്കലി നടത്തുന്നതിനെയാണ് EIPO എന്ന് പറയുന്നത്. മോഡേൺ ആയിട്ട് ഇപ്പം എല്ലാം ഇലക്ട്രോണിക്കലി തന്നെയാണ്. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുകയാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്, കമ്പനിക്ക് പൈസ ആവശ്യം ഉണ്ട് എന്ന് തോന്നുമ്പോൾ കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യും? ഇത് ഇഷ്യൂ ചെയ്യുന്നതാണ്, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. പുതിയ ഷെയർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. ഇപ്പം 10 രൂപയുടെ ഷെയർ 8 രൂപയ്ക്കോ 9 രൂപയ്ക്കോ ഡിസ്കൗണ്ടഡ് പ്രൈസിന് കൊടുക്കുന്നതാണ് EIPO. Right issue. So these are the major methods of raising capital in primary market. So we have seen financial markets, then അതിന്റെ സ്ട്രക്ചർ നോക്കി, capital market division kandu, and we have also learned primary market.